ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർഷൻ്റെ ഒരു എക്സാമ്പിളാണ്, NDFA ടു DFA കൺവേർഷൻ്റെ. സോ നമ്മൾ അൽഗോരിതം സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ക്രിയേറ്റ് എ സ്റ്റേറ്റ് ടേബിൾ ഫ്രം ദ ഗിവൺ NDFA. ഇതാണ് നമുക്ക് കിട്ടിയ NDFAൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണ്. ഈ സ്റ്റേറ്റ് ഡയഗ്രാമത്തിൽ നമ്മളൊരു സ്റ്റേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ സ്റ്റേറ്റ് ടേബിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്രിയേറ്റ് എ ബ്ലാങ്ക് സ്റ്റേറ്റ് ടേബിൾ അണ്ടർ ദ പോസിബിൾ ഇൻപുട്ട് ആൽഫബറ്റ് ഫോർ ദ ഈക്വലൻ DFA. സെക്കൻഡ് കാണിച്ചിരിക്കുന്ന ടേബിൾ ഈക്വലൻ DFA സ്റ്റേറ്റ് ടേബിൾ, അതാണ് ഈ സ്റ്റെപ്പ് 2 പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് 3 പറഞ്ഞത് മാർക്ക് ദ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഓഫ് ദ DFA ബൈ Q0 ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഡിനോട്ട് ചെയ്യണം. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ കോമ്പിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ് Q0, Q1 അപ് ടു Qn ഫോർ ദ ഈച്ച് പോസിബിൾ ഇൻപുട്ട് ആൽഫബറ്റ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ട്രാൻസിഷൻ ഈസ് Q ഇൻറ്റു സിഗ്മയാണ്. ഈ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈച്ച് ടൈം വി ജനറേറ്റ് എ ന്യൂ DFA സ്റ്റേറ്റ് അണ്ടർ ദ ഇൻപുട്ട് ആൽഫബറ്റ് കോളംസ് വി ഹാവ് ടു അപ്ലൈ സ്റ്റെപ്പ് 4 അഗൈൻ ഷോ അതർവൈസ്. സ്റ്റെപ്പ് 6 നമുക്ക് ഇവിടെ ഒരു പുതിയ DFA സ്റ്റേറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റേറ്റ്സ് കിട്ടി നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് വരെ, ഫൈനൽ സ്റ്റേറ്റ് കിട്ടുന്നത് വരെ നമ്മൾ എന്താക്കുക, ഈ ഫോർത്ത് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഫൈനൽ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ഫൈനൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ആണ് ഫൈനൽ സ്റ്റേറ്റ്. ഈ ഫൈനൽ സ്റ്റേറ്റിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 6th സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. ദ സ്റ്റേറ്റ് വിച്ച് കണ്ടെയ്ൻ എനി ഓഫ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ NDFA ആർ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ ഈക്വൽ DFA. നമുക്ക് കിട്ടിയ DFAൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NDFAൻ്റെ ഫൈനൽ സ്റ്റേറ്റ് വന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ് ആണോ അതാണ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഇതാണ് NDFAൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണിത്. NDFAൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലുണ്ടാകുന്ന നമ്മുടെ സ്റ്റേറ്റ്സ് ആണ്. പിന്നെ ട്രാൻസിഷൻ ഫംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എയിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ, എയിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ AN ആണ്. ദെൻ നമുക്ക് വേറെ പിന്നെ വേറെ 0 വരുന്നത് നമുക്കറിയാം. നമുക്ക് ഇയിലേക്ക് കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് ബി എന്ന് നമുക്ക് 0 വേറെ ബിയിലേക്കുണ്ട്. ദെൻ സിയിലേക്കുണ്ട്. ദെൻ ഡി ഓൾസോ ഇ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCDE ആണ്. എക്ക് 0 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടിയ പുതിയ സ്റ്റേറ്റാണ്, പുതിയ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് എന്ന് 1 ഇൻപുട്ട് കൊടുത്താൽ വരുന്നത് ഡിയിലേക്കും കിട്ടുന്നുണ്ട്. ദെൻ ഇയിലേക്കും. ദെൻ നെക്സ്റ്റ് ന്യൂ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. DE എന്ന് പറഞ്ഞൊരു സെറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബി ആണ്. ബിയിൽ നമ്മൾ 0 കൊടുത്താൽ, ബിയിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, ബിന്ന് 0 കൊടുത്താൽ സി മാത്രമേ വരുന്നുള്ളൂ. വേറെ ഇൻപുട്ടൊന്നും ബിന്ന് പോകുന്നില്ല. ദെൻ ബിന്ന് നമുക്ക് 1 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ബിന്ന് കൊടുത്താൽ നമുക്ക് കിട്ടൽ ഇ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഇ. ദെൻ സ്റ്റേറ്റ് സിൻ്റെ 0 ഇൻപുട്ടും 1 ഇൻപുട്ടും നോക്കാം. 0 ഇൻപുട്ട് വരുന്നില്ല, അതിനോട് നള്ള് വന്നിരിക്കുന്നു. 1 ഇൻപുട്ട് കൊടുത്താൽ ബിയിലേക്ക് പോകുന്നു. ദെൻ ഡി സ്റ്റേറ്റിൻ്റെ നോക്കാം. ഡി സ്റ്റേറ്റിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ ഇയിലേക്കാണ് പോകുന്നത്. 1 ഇൻപുട്ട് വരുന്നില്ല, സോ നള്ള്. ഈ സ്റ്റേറ്റ് ഇയിൽ നമ്മൾ 0 ഇൻപുട്ട് ആൻഡ് 1 ഇൻപുട്ട് കൊടുത്താൽ രണ്ട് ഇൻപുട്ട്സിന് മൂവ്മെൻറ്റ്സ് ഇല്ല, സോ അത് നള്ളാണ് വന്നത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഈക്വലൻ DFA ബ്ലാങ്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത്. സോ ഞാനത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ടേബിളിൽ നമുക്ക് ന്യൂലി പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCDE, ദെൻ DECE, ദെൻ B. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പിന് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് അൽഗോരിതം തേർഡ് സ്റ്റെപ്പ് പറയുന്നുണ്ട്, മാർക്ക് ദ
മാർക്ക് ദ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഓഫ് ദ DFA ബൈ Q0. നമ്മുടെ ഓൾറെഡി ഇവിടെയുള്ള സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്താണോ അത് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കണം. അതാണ് എ. സോ എയിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടിയ സ്റ്റെപ്പ് അത് ഇവിടേക്ക് തന്നെ വീണ്ടും റീറൈറ്റ് ചെയ്യുക. ഈ സെയിം സ്റ്റെപ്പിനെ ഇവിടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായി കിട്ടിയ സ്റ്റേറ്റാണ് ABCD. ആ ABCD നമ്മളിവിടെ സെക്കൻഡ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ടേബിൾ ഒന്ന് റെഫർ ചെയ്യാം. എക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ABCDE അത് തന്നെയാണ് കിട്ടുന്നത്. അത് നമ്മൾ വീണ്ടും ഇവിടെ എഴുതി. പിന്നെ ബിക്ക് എന്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ എല്ലാ സ്റ്റേറ്റ്സും വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് 1 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. എക്ക് നമ്മൾ 1 കൊടുത്താൽ നമുക്ക് DE ആണ് കിട്ടുക. സോ DE കൺസിഡർ ചെയ്യാം. ദെൻ ബിക്ക് നമ്മൾ 1 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടിയ E ആണ്. സോ E കൺസിഡർ ചെയ്തു. ദെൻ സിക്ക് നമ്മൾ 1 ഇൻപുട്ട് കൊടുത്താൽ നള്ളാണ്. സോ അവിടെ നമുക്കൊരു സ്റ്റേറ്റ് ഇല്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. ദെൻ സെക്കൻഡ് ഡിക്ക് നമ്മൾ 1 അതും നള്ളാണ്. ഇക്ക് കൊടുത്താൽ അത് നള്ള. അപ്പോൾ സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ് എന്നാണ് BDE ആണ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മളുടെ പുതിയ സ്റ്റേറ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തു. ഡിയിൽ നമുക്ക് 0 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് E ആണ്. E ഇവിടെ കൺസിഡർ ചെയ്തു. ഇയിൽ അതേപോലെ നമ്മൾ 0 കൊടുത്താൽ നള്ളാണ്. സോ വേറൊരു സ്റ്റേറ്റ് ഇല്ല, ജസ്റ്റ് E മാത്രമേ ഉള്ളൂ. ഇതിന് DEക്ക് നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ ഇനി അതേപോലെ 1 ഇൻപുട്ട് വരുമ്പോൾ ഡിക്ക് നമ്മൾ 1 ഇൻപുട്ട് കൊടുത്താൽ നള്ളാണ്. ഇക്കും അതേപോലെ നള്ളാണ്. സോ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നള്ളാണ്, ഈ മൂവ്മെൻറ്റ് നള്ളാണ്. ദെൻ BDE, ഈ BDE എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റാണ്. ഈ BD ആണ്, ഈ BD. ദെൻ ബിക്ക് നമ്മൾ 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് C ആണ്. ഡിക്ക് നമ്മൾ 0 കൊടുത്താൽ കിട്ടുന്നത് E ആണ്. ദെൻ ഇക്ക് നമ്മൾ 0 കൊടുത്താൽ നൾ. സോ അത് കൺസിഡർ ചെയ്യേണ്ട. CE ആണ് പുതിയ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ. ദെൻ അതേപോലെ തന്നെ 1 ഇൻപുട്ട് കൊടുത്താൽ BDEക്ക് 1 ഇൻപുട്ട് കൊടുത്താൽ ബിക്ക് 1 ഇൻപുട്ട് വന്നാൽ E ആണ്. ഡിക്ക് 1 വന്നാൽ നള്ളാണ്. ഇക്ക് 1 വന്നാലും അതും നള്ളാണ്. സോ ഇവിടെ ബിക്കുള്ള ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, 1ലേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇയിലേക്ക് വരുന്ന മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് CE. ഇതേപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് നള്ളും ബാക്കി പുതിയ സ്റ്റേറ്റ്സിലും കിട്ടും. ഈ BCE എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ ഈ കേളി ബ്രാക്കറ്റ്സുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എഴുതിയതാണ്. നമ്മുടെ DFAയിലേക്ക് ഈ കൺവേർഷൻ കഴിഞ്ഞ് DFAയിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്സ് സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യുന്ന NDFAൻ്റെ ടേബിളിൽ നമ്മൾ കൊടുക്കുന്നത് കേളി ബ്രാക്കറ്റ് ആയിരിക്കും. അതൊക്കെ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇതോടെ ഇനി പുതിയ ന്യൂ സ്റ്റേറ്റ്സ് ഒന്നും ഈ ഒരു ടേബിളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫൈൻ സ്റ്റേറ്റിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ ടേബിളിലുള്ള പുതിയ സ്റ്റേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു DFA സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നതാണ്. ഫസ്റ്റ് ആയിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ സ്റ്റേറ്റ്സും ഈ ഓരോ സ്റ്റേറ്റ്സ് ഇതിൽ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കാനുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നാണ്. സോ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് A, then next new state ആണ് ABCD CDE കൺസിഡർ ചെയ്തു. then next ഒരു സ്റ്റേറ്റ് ആണ് DE, then വേറെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് BDE, then CE, then CE, B, CE, ഓൾമോസ്റ്റ് എല്ലാം ആയെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. 3, 4, 5, 6, 7, 8 സ്റ്റേറ്റ്സ് ഉള്ളത്. 2, 3, 4, 5, 6, 7, 8 ഓക്കെ 7 സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E ആണ്. സോ ഈ വരുന്നത് നമുക്ക് ഡബിൾ സർക്കിൾ ചെയ്യാവുന്നതാണ്. സോ ഈ വരുന്ന സ്റ്റേറ്റ്സ് ഒക്കെ ഡബിൾ സർക്കിൾ ചെയ്യുക. 1, 2,
ഓൾസോ ഓക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. ഞാൻ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് കാണിച്ചു തരാം. ഒരു എന്ന് നമുക്ക് 0 ഇൻപുട്ട് കൊടുത്താൽ ABCD എന്നാണ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്തു, ABCD എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോയി 0 ഇൻപുട്ട്. ദെൻ നമ്മൾ 1 കൊടുത്താൽ പോകുന്നത് DEയിലേക്കാണ്. സോ 1 എന്ന് കൊടുത്താൽ പോകുന്നത് DEയിലേക്കാണ് 1 ഇൻപുട്ട് കൊടുത്താൽ. ദെൻ 0D, ദെൻ എത്തെ കഴിഞ്ഞു. ഇനി BCDയിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ പോകുന്നത് BCD ഇറ്റ്സെൽഫ് എന്നാണ്. സോ ഇറ്റ്സെൽഫ് 0 ഇൻപുട്ട് കൊടുത്തു. ദെൻ BCDന്ന് 1 ഇൻപുട്ട് കൊടുത്താൽ പോകുന്നത് BDEയിലേക്കാണ്. സോ ഇവിടെ നമുക്ക് 1. ദെൻ DE നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ പോകുന്നത് Eയിലേക്കാണ്. DEന്ന് നമ്മൾ 1 ഇൻപുട്ട് കൊടുത്താൽ പോകുന്നത് Eയിലേക്കാണ്. സോ ഇറ്റ്സ് വിൽ ബി ലൈക്ക് ദിസ്. കോംപ്ലിക്കേഷനാണ്. ഓക്കെ, നമുക്ക് പോലെ 0 കൊടുത്താൽ Eയിലേക്കാണ് പോയത്. ഓക്കെ, ദെൻ നള്ളാണ്, 0 നള്ളാണ്. BDE എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ BDE 0 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് CE ആണ് സ്റ്റേറ്റ്. സോ ഇറ്റ്സ് വിൽ ബി ലൈക്ക് ദിസ് 0. ദെൻ BDE നമ്മൾ ഓക്കെ അറിയാം E ആണ്. 1 ഇൻപുട്ട് കൊടുത്താൽ Eയിലേക്കാണ് വരുന്നത്. സോ E ഈസ് ഹിയർ. ഓക്കെ, 1 ഇൻപുട്ട് Eയിലേക്ക് വരുന്നു. ദെൻ BDE കഴിഞ്ഞു. ഇനി CEയിൽ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്താൽ നള്ളാണ്. ദെൻ 1 കൊടുത്താൽ Bയിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. 1. ദെൻ CE കഴിഞ്ഞു. B എന്ന് പറഞ്ഞാൽ ദെൻ Bന്ന് നമുക്ക് 0 ഇൻപുട്ട് കൊടുത്താൽ Cയിലേക്കാണ് വരുന്നത്. 0 ഇൻപുട്ട് 0 കൊടുത്താൽ Cയിലേക്ക് വരുന്നു. ദെൻ Cന്ന് ദെൻ Bന്ന് 1 ഇൻപുട്ട് കൊടുത്താൽ Eയിലേക്കാണ്. ദെൻ ഇതിങ്ങനെ ജോയിനായി പോവുകയും ചെയ്യരുത്, നമ്മുടെ മാർക്ക് പോകും. നല്ല നീറ്റായിട്ട് വേണം വരയ്ക്കാൻ. ഇത് ജസ്റ്റ് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ശരിക്കും ഒരു ഫിഗർ ഞാൻ വേറെ ഇടാം. ദെൻ സോ നമ്മൾ ഈ കൺഷൻസ് ഇത് ഞാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. ഇതിന് ക്ലിയർ പിക്ക് ചെയ്യാൻ വീഡിയോ ലാസ്റ്റിലേക്ക് ഇടാം. സോ ഇതാണ് നമ്മളുടെ NDFA DFAയിൽ കൺവേർഷൻ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നോക്കേണ്ടതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഈ കൺവേർഷൻ എത്രമാത്രം അണ്ടർസ്റ്റുഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനുള്ള ആൻസേഴ്സ് ഞാൻ മറ്റൊരു വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.